ഇന്ന് ശരിയാക്കുന്നത് ഒരു ഞണ്ട് കറിയാണ്. ഇത് 10 ഞണ്ടുണ്ട്. നല്ല മാംസമുള്ള ഞണ്ടാണ്. നല്ല ഫ്രഷ് ഞണ്ട് കിട്ടി. അതിനെ കഴുകി വൃത്തിയാക്കി പീസസ് ആക്കി വെച്ചിരിക്കുകയാണ്. ഇത് തേങ്ങ അരച്ച കറി വയ്ക്കുക. ഞങ്ങൾ കറി വയ്ക്കുന്ന രീതിയാണിത്. നിങ്ങളൊക്കെ ഞണ്ട് കറി കഴിച്ചിട്ടുണ്ടാവും, അല്ല നിങ്ങൾ നിങ്ങളുടേതായ രീതികളിൽ ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടാവും. കറി വയ്ക്കാനായിട്ട് നല്ല ഫ്രഷ് തേങ്ങ, ഒരു ചെറിയ ബൗൾ തേങ്ങ, അതിലേക്ക് ഒരു 2 സ്പൂണ് മല്ലിപ്പൊടി, ചെറിയ സ്പൂണിനുള്ള മല്ലിപ്പൊടി എടുത്താൽ മതി. പിന്നെ അതേപോലെ ഒരു 2 സ്പൂണ് മുളക് പൊടി, കുറച്ച് കുരുമുളക് ഇച്ചിരി കൂടിയിരുന്നാലും ഇതിന് ടേസ്റ്റ് തന്നെയാണ്. നമുക്ക് വേണ്ടി വന്നാൽ പിന്നീട് അത് കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് കൊച്ചുള്ളി, ഇഞ്ചി, കുറച്ച് കറിവേപ്പില, ഇത് ഇത്രയും കൂടി കുറച്ച് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. കുറച്ച് ഉപ്പിട്ടു. നമ്മൾ ഉപ്പിട്ട് അരയ്ക്കുമ്പോൾ വേഗം അരഞ്ഞു കിട്ടും. പിന്നെ കുറച്ച് വെള്ളം. ഇനി ഇതിനെ നന്നായിട്ട് പേസ്റ്റ് ആക്കാം. അപ്പോൾ അരപ്പ് റെഡി ആയിട്ടുണ്ട്. അതിതിലേക്ക് ഒഴിക്കാം. കുറച്ച് വെള്ളം കൂടെ അതിലിരിക്കുന്നതെല്ലാം നമുക്ക് ഇതിനകത്തിലേക്ക് കഴുകാൻ ഒഴിക്കാം. കുറച്ച് വെള്ളം കൂടി ഒഴിക്കാം. ഈ ഞണ്ടിൽ നിന്ന് തന്നെ കുറച്ച് വെള്ളം ഇറങ്ങും. കുറച്ച് മഞ്ഞൾ പൊടി ഇടാം. മഞ്ഞൾ പൊടി ഞാൻ അരച്ചപ്പോൾ ഇടാഞ്ഞത് അത് ഈ മിക്സിയിലൊക്കെ അതിൻ്റെ കളറ് പറ്റും. അതുകൊണ്ട് ഞാൻ മഞ്ഞൾ പൊടി അരച്ചെടുത്തതിന് ശേഷമാണ് ഈ ഇതിട്ട് അരപ്പിലേക്ക് ഇട്ടാൽ മതി. ഇനി അതിലേക്ക് കട്ട് ചെയ്ത് വെച്ച കുറച്ച് ടൊമാറ്റോ, പിന്നെ ഒരു പച്ചമുളക്, അത് ഏത് രീതിയിൽ നമുക്ക് സ്ലൈസ് ചെയ്തിടാം. പിന്നെ ഇത് കുറച്ച് കുടംപുളി, നമ്മൾ തക്കാളി ഇട്ടത് കൊണ്ട് തന്നെ വളരെ കുറച്ച് കുടംപുളി ഇട്ട് കൊടുത്താൽ മതി. കുടംപുളി ചിലർ ഞങ്ങളുടെ അവിടെയൊക്കെ ഇതിന് തോട്ടുപുളി എന്നും പറയും. ഇത് ശരിക്കും കുടംപുളി എന്നാണ് ഇതിൻ്റെ പേര്. ഞങ്ങളുടെ അവിടെയൊക്കെ തോട്ടുപുളി എന്നാണ് പറയുക ഇതിന്. ഇനി ഇത് എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി കറിയാക്കാം. ഇനി ഇത് കറി തിളയ്ക്കുമ്പോഴാണ് ബാക്കി ചേർക്കാനുള്ള ഒരു സാധനം ചേർക്കുന്നത്. ഇപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇച്ചിരി വലിയ അടുപ്പിൽ തന്നെ നമ്മൾ വയ്ക്കണം. കാരണം ഇത് ഇച്ചിരി വലിയ പാത്രം ആയതുകൊണ്ട് വലിയ അടുപ്പിൽ തന്നെ വയ്ക്കുന്നതാണ് നല്ലത്. ഇനി ഇത് അടച്ചു വെച്ച് വേവിക്കാം. ഇതിന് വെള്ളം ചേർക്കുന്നതൊക്കെ നമ്മുടെ ആവശ്യത്തിനുള്ള ഗ്രേവിയിലെടുക്കുക. ഇതിപ്പോൾ എനിക്ക് അധികം ഗ്രേവി ആവശ്യമില്ലാത്തത് കൊണ്ടാണ് ഞാനിതിന് ഒരു പരാവരം അങ്ങനെ വെള്ളം ചേർത്തത്. നമ്മൾ അരപ്പ് അനുസരിച്ചിട്ടുള്ള വെള്ളം ചേർത്തിട്ട് തന്നെ നമുക്ക് വേവിക്കാം. പിന്നെ ഞണ്ടിൽ നിന്ന് കുറച്ച് വെള്ളം ഇറങ്ങുന്നതായതുകൊണ്ട് നമ്മൾ ഒരുപാട് അങ്ങ് വെള്ളം ചേർക്കാതെ വേവിക്കുന്നതാണ് നല്ലത്. ഞാൻ പിന്നീട് ഉപ്പൊന്നും ചേർത്തിട്ടില്ല. ഇനി അത് കറി തിളച്ച് ഒക്കെ കുറച്ചൊന്ന് റെഡി ആയതിന് ശേഷം ഉപ്പ് നോക്കിയിട്ട് ചേർക്കുക. അരപ്പിൽ നമ്മൾ അരയ്ക്കുന്ന സമയത്ത് ഉപ്പ് ചേർത്തിട്ട് അരച്ചതായതുകൊണ്ടാണ് പിന്നീട് ഞാൻ ഉപ്പ് ചേർക്കാൻ. ഇനി അത് നോക്കിയതിന് ശേഷം ചേർത്താൽ മതി. കുറച്ച് സമയം നമുക്ക് വെയിറ്റ് ചെയ്യാം. ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചിട്ടുള്ളത്. അത് തിളച്ച് കഴിഞ്ഞിട്ട് തീ കുറയ്ക്കാം. ഇത് ഇപ്പോൾ തിളയ്ക്കാൻ തുടങ്ങി. ഇത് തിളയ്ക്കുമ്പോൾ തന്നെ ഒരു ഫോമി ലുക്കാണ് ഇതിന്. ഇങ്ങനെ പത വരുന്ന പോലെ തോന്നും നമുക്ക്. പക്ഷേ അത് ഈ കറിയുടെ അതെന്താ പതയ്ക്കുന്നതെന്ന് കറി വെച്ചിട്ടുള്ളവർക്കൊക്കെ അറിയാമല്ലോ. അത് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കാം. തിളച്ചപ്പോഴേക്കും അതിൻ്റെ ആ ഞണ്ടിൻ്റെ കളറൊക്കെ മാറിയതുണ്ട്. എനിക്കിതിപ്പോൾ പാത്രം നിറച്ചുള്ളത് കൊണ്ടാണ്. ഇത് നന്നായിട്ട് വേകട്ടെ.
ഇപ്പോൾ കറി നന്നായിട്ട് റെഡിയായി വരുന്നുണ്ട്. ഇനി ഇതിൻ്റെ ഉപ്പൊക്കെ നോക്കാം. നമ്മൾ അരപ്പിനോടൊപ്പം ഉപ്പ് ചേർക്കുന്നുടനെ അരയ്ക്കുമ്പോൾ ഉപ്പ് ചേർക്കുന്നത് കൊണ്ട് തന്നെ ഉപ്പൊക്കെ വളരെ സൂക്ഷിച്ച് ഇടാവുള്ളൂ. ഇതിന് ഉപ്പ് കുറവായതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചും കൂടെ ഉപ്പിടുന്നുണ്ട്. ഇനിയാണ് ഇതിനകത്തിൽ ചേർക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫ്ലേവറായിട്ട് പെരിഞ്ജീരകം, ഫെനൽ സീഡ് പൊടിച്ചത് ഇതിൻ്റെ കൂടെ ചേർക്കണം. അത് ഒരു ചെറിയ സ്പൂണിന് 1 സ്പൂൺ ഇടാം. കറിയുടെ അളവനുസരിച്ചിട്ട് അല്ലെങ്കിൽ ഒരു 1.5 സ്പൂൺ വരെ ഇടാം. അത് ഞാൻ പൊടിച്ച് വെച്ചിട്ടുണ്ട് ഇവിടെ, അതുകൊണ്ടാണ് ഞാനിപ്പോൾ ചേർക്കുന്നത്. അല്ലെങ്കിൽ തേങ്ങ അരയ്ക്കുമ്പോൾ അതിൻ്റെ കൂടെ അരച്ച് ചേർത്താലും മതി. അത് ചേർക്കുമ്പോൾ മാത്രമേ ഈ കറിക്ക് നല്ലൊരു ഫ്ലേവർ വരത്തുള്ളൂ. എന്താ അതിൻ്റെ കളറ്! ഇതിൻ്റെ കളറും ഇതിൻ്റെ മണവും ഇതിൻ്റെ ടേസ്റ്റും അടിപൊളിയായിരിക്കും. ഇങ്ങനെ ചെയ്ത് നോക്കണേ. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ പറയണേ. ഞണ്ട് കറി ഒരുവിധപ്പെട്ട എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു സംഭവമാണ്. പിന്നെ കുറച്ച് കറിവേപ്പില, നമ്മൾ കറിവേപ്പില കുറച്ച് അരച്ചപ്പോഴും ചേർത്തിരുന്നു. എങ്കിലും കറി പാകമായി വരുമ്പോഴേക്കും കുറച്ച് കറിവേപ്പില ചേർക്കുന്നത് നല്ലതാണ്. അതും ഒരു ഫ്ലേവറാണ്. സാധാരണ നമ്മൾ എന്ത് കറി വെച്ചാലും ഒടുവിലൊരു അല്പം കറിവേപ്പില നമ്മൾ മലയാളികൾ ചേർക്കാറുണ്ടല്ലോ. അതാ നോക്കിയേ, ഇത് കണ്ടാൽ തന്നെ നമുക്ക് ചോറൊക്കെ ഒരു പാത്രം ചോറ് കഴിക്കാൻ തോന്നും. നല്ല കുത്തരിയുടെ ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല ഒരു ഐറ്റമാണിത്. കുറച്ച് സമയം കൂടെ ഇരുന്ന് കുറച്ചും കൂടെ ഒന്ന് തിളച്ചിട്ട് വറ്റണം. ഇത് കുറച്ചും കൂടെ വെള്ളമൊക്കെ ഒന്ന് കുറഞ്ഞ് വരുമ്പോൾ ഒന്നും കൂടെ ഗ്രേവി കുറുകും. അപ്പോൾ ഈ കറി നല്ല അടിപൊളിയാവും. ഇതിന് എരി കുറവാണെന്ന് കണ്ടാൽ നമ്മൾ പിന്നീട് മുളക് പൊടി ഇടരുത്, കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുത്താൽ മതി. ഇതിപ്പോൾ ഇച്ചിരി എരിവ് കുറവായതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് കുരുമുളക് പൊടി, അല്ലെങ്കിൽ നല്ല എരിവുള്ള പച്ചമുളകായാൽ നമ്മൾ ആദ്യം ഇടുമ്പോൾ തന്നെ നല്ല എരിവുള്ള പച്ചമുളക് ഇട്ടാൽ മതി. അപ്പോഴേക്കും ഇത് നല്ല കുറച്ച് എരിവോട് കൂടി കിട്ടും. മുളക് പൊടി കൂടുതലിട്ടാൽ ഇതിൻ്റെ കളറങ്ങ് മാറും. അതുകൊണ്ടാണ് നമ്മൾ കുരുമുളക് പൊടി അവസാനം ഇടുന്നത്. അത് എരിവൊക്കെ നോക്കിയതിന് ശേഷം ഇട്ടാൽ മതി. ഇപ്പോൾ ഉപ്പ്, എരിവ് എല്ലാം പാകമായിട്ടുണ്ട്. ഇതിന് ചേർക്കാനുള്ളതെല്ലാം ചേർത്തു. കറി ഏകദേശം റെഡിയായി വരുന്നുണ്ട്. ഞാനും ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കി, നല്ല ടേസ്റ്റ് ഉണ്ട്. അതിൻ്റെ ഉപ്പും നമ്മുടെ ഈ കുടംപുളിയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കറക്റ്റ് വന്നപ്പോൾ കുടംപുളി ഇതൊക്കെ കറക്റ്റ് ഇട്ടപ്പോഴേക്കും ഉണ്ടല്ലോ ഇതിൻ്റെ കറിക്ക് തന്നെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതൊന്ന് റെഡിയാക്കി നോക്കണേ, എന്നിട്ട് പറയണേ. ഇപ്പോൾ കറി ശരിയായിട്ടുണ്ട്. ഇതിൻ്റെ ആ തിക്നെസ്സൊക്കെ കറക്റ്റായി. നമ്മൾ കുറച്ചും കൂടെ പറ്റിച്ചെടുക്കണം എന്നുള്ളവർക്കും കുറച്ചും കൂടെ നേരം വെച്ചിട്ട് തിളപ്പിക്കാം. ഇത് നമ്മൾ വെന്തു പോകുമെന്നുള്ള ഒരു പേടി ഈ ഞണ്ട് കറിക്ക് വേണ്ട. കാരണം ഇതിൻ്റെ ഈ ഷെല്ലിരിക്കുന്നത് കൊണ്ട് തന്നെ ഇത് മറ്റുള്ള മീറ്റൊക്കെ വേവിക്കുമ്പോൾ നമ്മൾ കൂടുതൽ കുക്കായി പോകുമെന്ന് വിചാരിക്കുന്ന പോലെയാണ്, പേടിക്കേണ്ട ഒരു കാര്യമില്ല. കുറച്ച് കറിവേപ്പിലയിട്ട് ഫൈനൽ കഴിഞ്ഞു. ഇനി നമുക്കിത് കുറച്ച് സമയം അടച്ചു വെച്ചിരിക്കാം. അപ്പോഴേക്കും ഇതിൻ്റെ ഫ്ലേവർ എല്ലാം ആ ഗ്രേവിയിൽ ഇറങ്ങിയിട്ട് അടിപൊളിയായിരിക്കും. നമ്മൾ കറി ഇങ്ങനെ അതിൻ്റെ പീസസ് ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് അതിലേക്ക് ആ ഗ്രേവിയും കുറേശ്ശെ ഒഴിച്ചു കൊടുത്താൽ അതിൻ്റെ ആ ഫ്ലേവറോടെ നമുക്ക് കഴിക്കാം. നല്ല ഭംഗിയുണ്ട് കാണാൻ. എന്താ അതിൻ്റെ ബോൺസ് എന്താ പറയുന്നത്, അതിൻ്റെ ഇതിനെന്താ എന്ന് പറയാം, ഞണ്ടിൻ്റെ കാല്, കയ്യ്. എന്നിട്ട് കുറച്ച് ഗ്രേവി അതിൻ്റെ മുകളിലോട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കുക.
എങ്ങനെയുണ്ട്? കഴിക്കാൻ തോന്നില്ലേ? ഇനി ഇത് നല്ല എന്തിൻ്റെ കൂടെയും കഴിക്കാം. നമുക്ക് ചപ്പാത്തി ആണെങ്കിൽ അതിൻ്റെ കൂടെ കഴിക്കാം, നല്ല കുത്തരി ചോറാണെങ്കിൽ അതിൻ്റെ കൂടെ കഴിക്കാം. നല്ല മാംസമുള്ള ഞണ്ടായിരുന്നു ഇത്, അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റായിരിക്കും. നമ്മുടെ നാട്ടിലൊക്കെ പറയാറില്ലേ, ഈ കറുത്തവാകുമ്പോഴൊക്കെയാണ് ഞണ്ടിന് നല്ല മാംസം വരികയെന്ന്. പക്ഷേ ഈ വിദേശ രാജ്യങ്ങളിലൊന്നും അതൊന്നും നോക്കാറില്ല കേട്ടോ. ഐ എം ഷുവർ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കറിയാണ്. ഒന്ന് ചെയ്ത് നോക്കിയിട്ട് പറയാം. ഇനി കഴിക്കാം.